ഇന്ന് ഒരു വെറൈറ്റി മന്തി ഉണ്ടാക്കിയാലോ. മന്തിയിൽ ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ പെട്ട ഒരു പരീക്ഷണമാണ് ഇത്. ആദ്യം ഒരു പാൻ എടുത്ത് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഈ കാണുന്ന സ്പൈസസ് മൊത്തം ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചിക്കൻ മാഗി ക്യൂബും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി, ക്യാപ്സിക്കം, മല്ലിയില, പിന്നെ കട്ട് ചെയ്യാത്ത പച്ചമുളകും, ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ പിന്നെ എക്സ്ട്രാ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ, കാരണം ഓൾറെഡി ചിക്കൻ മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ. ഇനി ഇതൊന്ന് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കന് നല്ലപോലെ കുത്തിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ടൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ചിക്കനും ഈ മസാലയും കൂടി ഒന്നൊന്ന് മിക്സ് ആവട്ടെ. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാട്ടോ എടുത്തത്. അത് 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൽ നിന്ന് ചിക്കനൊക്കെ ഇങ്ങോട്ട് കോരി മാറ്റിയെടുക്കണം. കാരണം ചിക്കൻ നമുക്ക് വേറൊരു മാരിനേഷൻ്റെ ആവശ്യമുണ്ട്. ഇനി ഒരു വെള്ളത്തിൽ ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ മാഗി ക്യൂബ് ഒന്നുകൂടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്കൊരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ റൈസ് ഒന്ന് കുറച്ച് നേരം വെച്ചാൽ റൈസ് സെറ്റായി കിട്ടും. ഇനി ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഓയിൽ കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മന്തി മസാലയും മുളക് പൊടിയും പിന്നെ കുറച്ച് ലെമൺ സ്ക്വീസ് ചെയ്തതും പിന്നെ ആവശ്യത്തിന് ഉപ്പും, ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ട് ചിക്കനിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് എയർ ഫ്രൈ ചെയ്യണമെങ്കിൽ എയർ ഫ്രൈ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ പാനിൽ വെച്ചിട്ടും ചിക്കൻ ഒന്ന് മുരിച്ചെടുത്താൽ മതി. അപ്പോഴേക്ക് നമ്മളെ റൈസൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചിക്കന് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മന്തി റെഡിയായി. അപ്പോൾ കഴിച്ചാലോ.